ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഭക്ഷണവും താമസവും മറ്റെല്ലാവിധ ചെലവുകളും കഴിഞ്ഞ് മാസം 15,000 രൂപ നീക്കി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? അതായത് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? 15,000 പോട്ടെ, 10,000 പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, ഒരു 5,000 രൂപയെങ്കിലും നിങ്ങൾക്ക് മാറ്റിവെക്കാനായിട്ട് വരുന്നുണ്ടോ? എന്നാൽ കേരളത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ ജയിലിൽ കഴിയുന്ന ആളുകളാണ്. ജയിലിൽ കഴിയുന്ന ആളുകൾ, അവിടെ സേവനം അനുഷ്ഠിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ അവരെ പറഞ്ഞോളൂ എന്നൊക്കെ വളരെ മനുഷ്യത്വപരമായിട്ട് ആളുകൾ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് 10,000 രൂപ മുതൽ 18,000 രൂപ വരെയൊക്കെ മാറ്റിവെക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട് വളരെ കാര്യക്ഷമമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും കടത്തിവിട്ടുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ നാടിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. മൊത്തം രാജ്യത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം ടൈം ട്രാവലിംഗിലാണ്. നമ്മൾ ന്യൂയോർക്ക് സമാനമായിട്ടുള്ള ജീവിത രീതികൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചില ആളുകൾ ചിലർ ഒക്കെ പറഞ്ഞതും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകളും ഇതൊക്കെ മാറ്റി പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്? ഇന്ന് കേരളത്തിൽ മാന്യമായി ജീവിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ട്, അതും പാർട്ടി കേസുകളിലൊക്കെ പെട്ടിട്ട് സെൻട്രൽ ജയിലിൽ എത്തുക എന്നതാണെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവരൊക്കെ പരോളിനൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ ആഘോഷങ്ങളാണ്, വലിയ സ്വീകരണങ്ങളൊക്കെയാണ്, വലിയ സേവിങ്സും ഉണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കേട്ട സമയത്ത് മനസ്സിലാക്കിയതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ കേട്ടാലും ആരും കുറ്റവാളിയാകില്ല, കാരണം അതാണ് പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ പറയുന്നത്. ഏതായാലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മാന്യമായി പിഴച്ചു പോകാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമൊക്കെ ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. PSC കോച്ചിങ്ങുകളൊക്കെ ആയുസ് തീർക്കലാണെന്നും റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇനി വന്നാൽ കൂടെ അതൊരു പ്രഹസനമാണെന്നും ആളുകൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം തമാശകളൊക്കെ പറഞ്ഞു പോകുന്നതും സ്വാഭാവികമാണ്. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം തട്ടിമുട്ടി അങ്ങോട്ടെങ്കിലും ഒക്കെ പോയി ജീവിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ യാതൊരുവിധ പ്രിവിലേജും ഇല്ലാത്ത അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണക്കാരൻ കടബാധ്യതകളിൽ നിന്ന് ശ്വാസം മുട്ടുമ്പോൾ തടവുകാർക്ക് മാത്രം സകല സൗകര്യങ്ങളും കഴിഞ്ഞ് 18,000 രൂപയൊക്കെ സമ്പാദിക്കാൻ സർക്കാർ അവസരമൊരുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ എന്നെ പോലെയുള്ള ആളുകളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് മറ്റു ചില സാഹചര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ടാണ്, അതിനെക്കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. IT മേഖലയിലെ 84.3%, മാധ്യമപ്രവർത്തകരിലെ 83.5%, ബാങ്കിംഗ് മേഖലയിലെ 80.6% പ്രൊഫഷണലുകളും കടുത്ത തൊഴിൽ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നും അവരിൽ 61.3% ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷാദ രോഗലക്ഷണങ്ങൾ ഉള്ളതായിട്ടും ഒക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ പഠനത്തിന്റെ ഉത്തരവാദി മാറി വന്ന ഗവൺമെന്റുകളാണോ, അതോ സാമുദായിക സംഘടനകളാണോ, അതോ സിസ്റ്റം പോരാ എന്ന് വാട്സപ്പിൽ കമന്റ് ഇടുന്ന നമ്മുടെ അമ്മാവൻ സിൻഡ്രോം ആണോ? ഇതൊന്നുമല്ല, നമ്മൾ ചർച്ച ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മൾ ചർച്ച ചെയ്ത് മറന്ന ഒരു കാര്യം മാത്രം ഒന്ന് എടുത്ത് ഓർത്ത് നോക്കിക്കേ. ഈ ഒരു വൈരുദ്ധ്യം, ഈ ഒരു ഡിസ്പാരിറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സമൂഹത്തിന്റെ നട്ടല്ലായ ആശാ വർക്കർമാരുടെ അവസ്ഥ, പോളിയോ വാക്സിൻ ഉറപ്പാക്കുന്നതും ഗർഭിണികളെ വീട്ടിൽ പോയി നോക്കുന്നതും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും കോവിഡ് നിപ്പയും വന്നപ്പോൾ ഓടി നടന്നതും ഒക്കെ ഇവരാണ്. ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ദിവസേന വെറും 220 രൂപയാണ്. മാസം 7,000 രൂപ പോലും തികച്ചില്ല. മാസങ്ങളോളം ഇവർ തലസ്ഥാനത്ത് സമരം ചെയ്തിട്ടും കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നതല്ലാതെ ഇവർക്ക് കാര്യമായിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരു വേതന വർധനവിന് വേണ്ടി ഒന്നും നമ്മുടെ സർക്കാർ ശ്രമിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ തടവുകാരുടെ വേതനം 620 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്ന ആ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഒരു കേസിന്റെ അടിസ്ഥാനത്തിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കിയ സംസ്ഥാനത്തിൽ ഒന്നായിട്ട് കേരളമൊക്കെ മാറുന്നുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ വിവേചന അധികാരത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തീരുമാനങ്ങൾ വരുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരുടെ കാര്യം വരുന്ന സമയത്ത്, തൊഴിലെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ടാക്സ് അടയ്ക്കുന്ന ആളുകളുടെ കാര്യം വരുന്ന സമയത്ത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെല്ലാം ഇത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ യുവാക്കളുടെ അവസ്ഥ എന്താണ്? കേരളത്തിലെ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 28.7%. സാധാരണക്കാരന് ഒരു പെട്ടിക്കട തുടങ്ങാൻ 100 നൂലാമാലകൾ പറയുമ്പോൾ ജയിലിനുള്ളിൽ അന്തസ്സുള്ള വരുമാനം സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. ഇവിടെയാണ് നാം ഇതിന്റെ ഒരു സയന്റിഫിക് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്. എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെയായി മാറിയത്? ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് പലപ്പോഴും പല വേദികളിലും ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടില് ലോകത്ത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മനുഷ്യവർഗം, ഒരു വംശം എന്ന് പറയുന്നത് ബുദ്ധിയുള്ള മലയാളി യുവാക്കളാണ്. കാരണം ഇവർ നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് ഇങ്ങനെ പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ സംസ്കാരത്തിൽ ജന്മദേശത്ത് നിൽക്കാനായിട്ടുള്ള സാഹചര്യമില്ല. തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ലാതാവുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഇവിടെ നിന്ന് പോയ മിടുക്കരായിട്ടുള്ള മലയാളി യുവത്വത്തിന് ഒരു കനേഡിയൻ സിറ്റിസനെയോ അമേരിക്കൻ പൗരനെയോ ബ്രിട്ടീഷ് പൗരന്മാരെയോ ജനിപ്പിക്കാനായിട്ടുള്ള സാധ്യതയെ നിലവിലുള്ളൂ. വീണ്ടും ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുറ്റവാളിക്ക് ജയിലിൽ കിട്ടുന്ന ശമ്പളം ഇവിടെ ഒരു PG കഴിഞ്ഞവന് പോലും കിട്ടത്തില്ല എന്നുള്ള തിരിച്ചറിവ് വരുന്ന സമയത്താണ്
സമയത്താണ് ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ വിദേശത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇവരെ പറ്റിക്കുന്ന കുറേയധികം ആളുകളും ആ പറ്റിക്കുന്ന ആളുകളുടെ എണ്ണം തടയാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യവും. നമ്മുടെ ബുദ്ധിശക്തി മുഴുവൻ വിദേശ രാജ്യങ്ങൾ സൗജന്യമായിട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ നിന്ന് വളരെ സ്കിൽഡ് ആയിട്ടുള്ള നല്ല കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ പോലും അവിടെ കുറച്ചു കാലം പോയി പാത്രങ്ങൾ കഴുകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അടുത്ത പ്രശ്നമായിട്ട് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ നിർജ്ജീവമായിട്ടുള്ള ഒരു നേതൃത്വ നിരയാണ്. ദ ഡെഡ് ലീഡേഴ്സ് എന്നൊക്കെ നമ്മളെ കൊണ്ട് വിളിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചില രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ, ഭരണപക്ഷത്തുള്ള ചില ആളുകൾ, അവർക്ക് നമ്മുടെ നാടിനെ കുറിച്ചിട്ടുള്ള അംബീഷൻസ് ഒന്നുമില്ല, സ്വപ്നങ്ങളൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അടുത്ത ഇലക്ഷൻ അതിജീവിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രം, വോട്ട് ബാങ്ക് നിലനിർത്താൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ മാത്രം, എങ്ങനെ അഴിമതി നടത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടും ആലോചിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. കൂട്ടത്തിൽ അധികാരഭ്രമം കാര്യമായിട്ടുണ്ട് താനും. ഒരു ജയിൽ തടവുകാരന് 620 രൂപ ഉറപ്പാക്കുന്ന സമയത്ത് അവന്റെ ആ ഒരു ജോലിക്ക് മാന്യമായിട്ടുള്ള വേതനം അവന്റെ അവകാശമാണ് എന്ന് മനുഷ്യാവകാശത്തിന്റെ ആ ഒരു കണ്ണിൽ കൂടെ അല്ലെങ്കിൽ ആ ഒരു വാക്കിൽ കൂടെ പറയുന്ന സമയത്ത്, ആശാ വർക്കർമാരെ കാണുന്ന സമയത്ത് കേന്ദ്രത്തെ പഴിക്കുന്ന ആ ഒരു രീതിയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, ഒരു ഗ്ലോബൽ റിയാലിറ്റി കൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ലോകം ഇങ്ങനെ AI കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മളിൽ ചില ആളുകൾ ഇപ്പോഴും നോക്കുകൂലി നിർത്തിയതൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതോ കാലത്ത് നിർത്തേണ്ട ഒരു സംഗതിയൊക്കെയാണ്. പിന്നെ AI വെച്ചിട്ട് ആളുകൾ പണിയെടുക്കുന്ന സമയത്ത് അതിലെങ്ങനെ നോക്കുകൂലി വാങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ട് യൂണിയനുകൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉൽപാദനക്ഷമതയില്ലാത്ത മേഖലകളിൽ വെറുതെ നികുതിപ്പണം ഒഴുക്കുന്നത് ഒരു നാടിന്റെ സാമ്പത്തിക ആത്മഹത്യയാണെന്ന് ഏത് മണ്ടനും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള കുറേയധികം പരിപാടികളുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാം. പണിയെടുക്കുന്നവനേക്കാൾ പിടിച്ചു പറിക്കുന്നവനെ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് തന്നെയാണ് സംരംഭങ്ങൾ ആളുകൾ ആരംഭിക്കാനായിട്ട് മടിക്കുന്നതും. ആ ഒരു സംരംഭങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ആ ഒരു സംരംഭകന്റെ അടുത്ത് നോക്കുകൂലി വാങ്ങാനായിട്ട് സംഘടിച്ചെത്താനായിട്ടും ഒക്കെ ചില ആളുകൾ തോന്നുന്നത്. മൊത്തത്തിൽ സിസ്റ്റം ശരിയല്ല എന്ന് വീണ്ടും അമ്മാവൻ സിൻഡ്രോം ബാധിച്ച ആളുകളെ പോലെ പറയാമെന്നുണ്ടെങ്കിലും വേറെ ചില കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ കുറേയധികം ആരോപണങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട്. ശരിക്കും പ്രതിക്കൂട്ടിൽ ആരൊക്കെയാണ്? ഒന്നാം പ്രതിയായിട്ട് നമ്മളെ തന്നെ പറയണം. അർഹതപ്പെട്ടവർക്ക് തുച്ഛമായിട്ടുള്ള വേതനമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ മിണ്ടിയിട്ടുണ്ടോ? മിണ്ടിയിട്ടില്ല. ഇപ്പോഴും കുറേയധികം മേഖലകളിലുള്ള ആളുകൾ, അധ്യാപകർ, അല്ലെങ്കിൽ മറ്റേ സെൽഫ് ഫിനാൻസ് കോളേജിലെ ടീച്ചർമാര്, താൽക്കാലിക ജീവനക്കാര്, അവർക്കൊക്കെ കുറഞ്ഞ ശമ്പളം, അതും ഒട്ടും മാന്യമല്ലാത്ത ശമ്പളം കിട്ടുന്ന സമയത്ത് നമ്മളാരും ഒന്നും മിണ്ടാൻ വേണ്ടി പോകുന്നില്ല. ആ മിണ്ടാതിരിക്കൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ ഒന്നാം പ്രതിയായിട്ട് മാറ്റുന്നത്. ഇനി രണ്ടാം പ്രതി ആരാണ്? കുറ്റവാളിക്ക് അന്തസ്സും സത്യസന്ധർക്ക് പട്ടിണിയും നൽകുന്ന സംസ്ഥാന ഭരണകൂടത്തെ തന്നെ നമുക്ക് ഇവിടെ കുറ്റം പറയേണ്ടി വരും. മനുഷ്യാവകാശം പറയാം, ഒരു തെറ്റുമില്ല. മനുഷ്യാവകാശത്തിന് വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മളിൽ പല ആളുകളും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു സമൂഹത്തിനെതിരെ കുറ്റം ചെയ്തിട്ടുള്ള തടവ് പുള്ളികൾക്ക് അർഹിക്കുന്ന മാന്യമായിട്ടുള്ള വേതനം ഉറപ്പാക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള സാധാരണക്കാരുടെ ടാക്സ് അടയ്ക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാത്തത്? ഇനി മൂന്നാം പ്രതി ആരാണ്? നികുതി വിഹിതം വെട്ടിക്കുറച്ച് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കൽ തന്നെ നമുക്ക് പറയാം. അധ്വാനിക്കുന്നവരുടെ എണ്ണം കുറയുകയും ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന വളരെ പ്രശ്നകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യമൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. സാമ്പത്തിക ആത്മഹത്യ, പ്രിയപ്പെട്ട മലയാളികളെ, ഒന്നെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കടത്തിവെട്ടുന്ന എന്തെങ്കിലും വലിയ കാര്യം ചെയ്യണം. ഏറെക്കുറെ അസാധ്യമാണ്. ഇലോൺ മസ്കിനെ പോലെയൊക്കെ ആവാനായിട്ട് ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകളൊക്കെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് ഓൾറെഡി കുടിയേറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നാട് വിടുക, അന്തസ്സായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ വയറ് നിറയ്ക്കാനുള്ള വക പോലും നമുക്ക് കിട്ടില്ല. ടീ വെച്ചാൽ പോലും ഏതെങ്കിലും ഇലക്ഷൻ സമയത്തെ പ്രത്യേക പീഡന ചർച്ചകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ തലകുനിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഇവിടെ ഭാവി ഇല്ലെന്ന് പറഞ്ഞ് അവരെ നാട് കടത്താൻ നമ്മൾ പണം സ്വരൂപിക്കുമ്പോൾ ഉള്ള സ്വർണ്ണമൊക്കെ വിറ്റിട്ട് ഏതെങ്കിലുമൊക്കെ ആൾക്ക് പണം കൊണ്ടേ കൊടുത്തിട്ട് നമ്മൾ പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ യുവാക്കൾ ഇനിയെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. ഇവിടുന്ന് മടുത്തിട്ട് അങ്ങടേക്ക് പോയിട്ട് ഇങ്ങടേക്ക് പണം അയച്ച് നാട് ഭരിക്കുന്നവരുടെ പോക്കറ്റ് നിറയ്ക്കും മുന്നേ, ഇപ്പൊ നിങ്ങൾ വിദേശത്ത് പോയിട്ട് വീട് പണിയാനായിട്ട് ഒരു പെർമിഷന് വേണ്ടിയും അല്ലെങ്കിൽ അതിന്റെ ക്ഷേമനിധിക്ക് വേണ്ടിയും പല രീതിയിലൊക്കെ പൈസ കൊടുക്കുന്നതിന് മുന്നേ ചില ചോദ്യങ്ങളൊക്കെ യുവാക്കള് ഇവിടെയുള്ള ഭരണ നേതൃത്വത്തോട് ചോദിക്കേണ്ടതുണ്ട്. തിരിച്ചെന്ത് തരാൻ പറ്റും? ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് ചെയ്യുന്നുണ്ട്, നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ട്, എനിക്ക് എന്ത് ജീവിത സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കി തരാനായിട്ട് പറ്റും? ഇതുപോലുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രതികരിക്കുകയും ചെയ്യാതെ നമുക്ക് അന്തസ്സായിട്ട് മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജയിലിലെ തടവുകാർക്ക് വേതന വർധനവ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പത്രത്തിൽ വായിച്ച സമയത്ത് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. പിന്നീട് ഇരുത്ത് ചിന്തിച്ച സമയത്താണ് ഞാൻ ആലോചിച്ചത്, ഇവിടെ അടിസ്ഥാന ശമ്പളം പോലും വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാത്ത ഒരു സർക്കാർ വളരെയധികം
ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിലേക്ക് ജയിൽ പുള്ളികളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നു. ഇതൊരു വിരോധാഭാസം തന്നെയാണ്. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, പോയിന്റുകളൊക്കെ വാലിഡായിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.